ഹലോ, മാഷ കാർട്ടൂൺ കണ്ട അന്ന് മുതൽ അപ്പൂനും വാവയ്ക്കും മോമോസ് വേണം. എന്നാൽ പിന്നെ ഉണ്ടാക്കി കളയാം. സവാള മാത്രമേ കയ്യിലുള്ളൂ. അത് കുനുകുനാ അരിഞ്ഞതും പിന്നെ നമ്മളുടെ ബോൺലെസ് ചിക്കൻ കുറച്ചക്കല ഉപ്പിട്ട് വേവിച്ചത് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ സോയാ സോസ് ഞാൻ ഉണ്ടാക്കിയതാണേ, ഹോം മെയ്ഡാണ് കേട്ടോ. പിന്നെ നല്ല മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് നന്നായി തിരുമ്പി കുഴച്ചെടുത്തു. അപ്പോൾ അപ്പോഴാണ് വാവ പറഞ്ഞത് അതിൽ മാവിന് റെഡ് കളറാണ്, ഫില്ലിങ്സിന് റെഡ് കളറാണ്. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് ഏകദേശം ഒപ്പിച്ചു കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് മൈദപ്പൊടി എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചെറു ചൂട് വെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമല്ലോ, അതുപോലെ അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി അങ്ങോട്ട് എടുത്തു. എന്നിട്ടൊരു ചെറിയ ഉരുളയുടെ എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി കല്ലയിലിട്ടിട്ടുണ്ട് പരത്താൻ തുടങ്ങിയിട്ടാണ്. സത്യത്തിൽ ഇത് ഷേപ്പൊന്നും വരവില്ല, ആദ്യമായിട്ടാണ് ഇത്ര റൗണ്ട് ഷേപ്പ് വരുന്നത്. ഇതേണ്ടേ ഭാവേം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു അടപ്പെടുത്തിട്ട് ചെറിയ ചെറിയ റൗണ്ടുകളായി അത് കട്ട് ചെയ്തെടുത്തു. ഈ അടപ്പിൻ്റെ വാക്കിന് മൂർച്ചയില്ലാത്ത കാരണം കട്ടിങ് അങ്ങോട്ട് ശരിയാവണില്ല. അങ്ങനെ ഈ കട്ട് ചെയ്ത റൗണ്ട് ഷേപ്പിലെടുത്തതിൽ നമ്മൾ ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് മോമോസിൻ്റെ ഷേപ്പ് കഷ്ടപ്പെട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക കേട്ടോ. ആരടി നിന്നെ മോമോസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്ന് മാത്രം ചോദിക്കരുതേ. ഇതേ ഷേപ്പിൽ തന്നെ മോമോസ് വേണമെന്ന് ഭയങ്കര നിർബന്ധം. മാഷയിൽ ഇങ്ങനെയാണത്രേ. എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ ചെറിയ കിഴികളാക്കിയിട്ട് മോമോസുകളാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. സ്റ്റീമറൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്റ്റീമർ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, ഇതിൽ പഴം പുഴുങ്ങണ തട്ട് കുറേ തിരഞ്ഞു, പക്ഷേ എവിടെയും കാണാനില്ല. എന്തായാലും അതിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ച് മോമോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചട്നിയുടെ വീഡിയോ എടുത്തില്ലേ. എന്തായാലും മോമോസും ചട്നിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.